MLA, MP, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി, സ്പീക്കർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി. 2 തവണ ഉപമുഖ്യമന്ത്രിയായ ഒരേ ഒരാൾ. ഇങ്ങനെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒട്ടേറെ അപൂർവതകൾ സ്വന്തമാക്കിയ CH മുഹമ്മദ് കോയ എന്ന മുസ്ലിം ലീഗ് നേതാവിനെ പറ്റിയാണ് ഇന്നത്തെ പോൾ. സ്വാഗതം. മുസ്ലിം ലീഗിൽ ചേർന്നാൽ നിങ്ങൾക്കൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സാധിക്കില്ലല്ലോ. ഇതായിരുന്നു ഇന്ത്യൻ മുസ്ലിം ലീഗ് യൂണിയൻ ഉടലെടുക്കുമ്പോൾ ഉയർന്നു കേട്ട പ്രധാന ആക്ഷേപം. എന്നാൽ ആ വിമർശകരെല്ലാം ഒരു മുസ്ലിം ലീഗുകാരൻ മുഖ്യമന്ത്രിയാകുന്ന അത്ഭുതം നേരിട്ട് കണ്ടു. കേരളത്തിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ആദ്യത്തെ മുസ്ലിം നേതാവായിരുന്നു CH മുഹമ്മദ് കോയ. CPIM-ഉമായി ഒരു പുതിയ ഇടതുപക്ഷ സഖ്യം രൂപീകരിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് 1979 അന്നത്തെ മുഖ്യമന്ത്രി PK വാസുദേവൻ നായർ രാജിവെച്ചത്. CPI-യുടെ ഭട്ടിൻഡ കോൺഗ്രസിലെ പ്രമേയം CPI-യുമായുള്ള CPIM ലയനം സ്വപ്നം കണ്ടായിരുന്നു രാജി. എന്നാൽ PKV മന്ത്രിസഭയുടെ രാജി മറ്റൊരു ചരിത്ര നിയോഗത്തിനാണ് വഴി തുറന്നത്. ഇടതുപക്ഷ സർക്കാർ പടിയിറങ്ങിയതോടെ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് I, കേരള കോൺഗ്രസ് മാണി വിഭാഗം, NDP തുടങ്ങിയ കക്ഷികൾ ചേർന്ന് ഒരു പുതിയ സഖ്യമുണ്ടാക്കി. ഈ സഖ്യത്തിന് കോൺഗ്രസ് AK ആന്റണി വിഭാഗത്തിന്റെ പുറത്തു നിന്നുള്ള പിന്തുണയും ലഭിച്ചു. ഭരണമുന്നണിയിലെ പ്രധാന കക്ഷികൾക്കിടയിൽ സ്വീകാര്യനായ നേതാവ് എന്ന നിലയിലാണ് CH മുഹമ്മദ് കോയയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവും ഇതിന് കാരണമായി. അങ്ങനെ 1979 ഒക്ടോബർ 12-ന് CH മുഹമ്മദ് കോയ അധികാരമേറ്റു. സ്കൂൾ ഫീസ് നിർത്തലാക്കൽ, കാലിക്കറ്റ്, കൊച്ചി സർവകലാശാല എന്നിവയുടെ സ്ഥാപനം, അറബിക് വിദ്യാഭ്യാസം എന്നിങ്ങനെ നിരവധി പരിഷ്കാരങ്ങൾ CH വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് നടപ്പിലാക്കി. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ആധുനിക മലബാറിന്റെ വിദ്യാഭ്യാസ ശില്പി എന്നും വിളിക്കാറുണ്ടായിരുന്നു. എന്നാൽ കേരള ചരിത്രത്തിലെ ഏറ്റവും ചെറിയ മന്ത്രിസഭകളിൽ ഒന്നായിരുന്നു CH-ന്റേത്. മുന്നണിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും ആന്റണി വിഭാഗം കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചതും കാരണം വെറും 54 ദിവസത്തിനു ശേഷം CH-ന് രാജിവെക്കേണ്ടി വന്നു. 1979 ഡിസംബർ 1-നായിരുന്നു രാജി. തുടർന്ന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും 1980 ജനുവരിയിൽ EK നായനാരുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തുകയും ചെയ്തു.